ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിന്റെ വിജയ തുടക്കത്തിന്റെ ക്രെഡിറ്റ് ഓപ്പണർമാർക്കാണ്. അഹമ്മദ് ഇമ്രാനും ആനന്ദ് കൃഷ്ണയും 121 റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്നുണ്ടാക്കിയത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നല്ല തുടക്കം ആവർത്തിക്കാനുള്ള ശ്രമമാണ് അടുത്ത മത്സരങ്ങളിലും നടത്തുകയെന്ന് ഇരുവരും പറയുന്നു. ആലപ്പുഴയ്ക്കെതിരായ മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിന്റെ വിജയശില്പികളായിട്ടുള്ളത് രണ്ട് ഓപ്പണർമാരാണ്, ഇമ്രാനും ആനന്ദും. രണ്ടുപേരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കളി? കളി അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബൗളേഴ്സ് ഭയങ്കരമായിട്ട് ചെയ്തു, നല്ല രീതിയിൽ അവർ റെസ്ട്രിക്ട് ചെയ്തു. പിന്നെ കുറച്ചുകൂടി എളുപ്പമായി സെക്കൻഡ് ഇന്നിങ്സ് ആയപ്പോഴേക്ക് ബാറ്റ് ചെയ്യാൻ. സോ ഫുള്ള് കളിക്കാന്നുള്ളതായിരുന്നു മെയിനായിട്ട്. സോ സംഭവിച്ചൊക്കെ കറക്റ്റ്. രണ്ടുപേരുടെ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് വിജയത്തിലേക്ക് എത്തിച്ചത്. ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരുമിച്ച് കളിച്ച് ഒരു ലെവലിലേക്ക് എത്തിക്കാവുന്നുണ്ട്? ഇല്ല, ഇതിനു മുമ്പേ നമ്മൾ ഒരുമിച്ച് കുറേ അടുത്ത് കളിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല, വരണ ബോളിനെ നോക്കി അങ്ങ് അടിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ആലോചിച്ചില്ല. 151 എന്ന് പറഞ്ഞ വലിയൊരു ടോട്ടൽ തന്നെയാണ് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ അത് ഒരു വെല്ലുവിളി ആയിട്ടുണ്ടായിരുന്നു, അത് ഈസി ആയിട്ട് തന്നെ മറികടക്കാമെന്ന് തോന്നി? ഇല്ല, തുടക്കം 2-3 ബോൾ കളിച്ചപ്പോൾ വിക്കറ്റ് വലിയ മോശമില്ലായിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സിനെക്കാട്ടി ഭേദമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേറൊന്നും നോക്കിയില്ല. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളിച്ചായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഗൈഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചായിരുന്നു. വേറെ ഒന്നും. ആദ്യ മത്സരത്തിൽ തന്നെ രണ്ടുപേർക്ക് അർദ്ധ സെഞ്ചുറി നേടാൻ കഴിഞ്ഞു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? നല്ലതായിരുന്നു. ലൈക്ക് ഇനി കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അപ്പോൾ ഈ ഫോം കണ്ടിന്യൂ ചെയ്യുക, ഇനിയും കുറേ റൺ അടിക്കാനുണ്ട്, ആ ഒരു തോട്ടിലിരിക്കുക. തൃശ്ശൂർ ടീം എന്ന് പറഞ്ഞാൽ പഴയ പ്ലേയേഴ്സിനെ മൊത്തം റിലീസ് ചെയ്തിട്ട് ഒരു പുതിയ ഫ്രഷ് ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. ടീം എന്ന നിലയ്ക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ആദ്യത്തെ പ്രകടനം എങ്ങനെയാണ് തോന്നുന്നത്? ഇല്ല, കഴിഞ്ഞ വർഷവും ഞാൻ തൃശ്ശൂരിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ വർഷവും ടീം കോച്ചസൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ നമ്മളുടെ ക്യാപ്റ്റൻ സിജോ മോൻ ആണെങ്കിലും എല്ലാവരും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ടീമാണ്, നല്ല ജെല്ലുണ്ട് ടീം. ടീമിനെ കുറിച്ച് എങ്ങനെയാണ് ആനന്ദകൃഷ്ണൻ? അടിപൊളിയാണ്, നല്ലൊരു പാക്കാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ബാറ്റിങ്ങിലും ബോളിങ്ങിലും എല്ലായിടത്തും ഒത്തിരി നല്ല പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സിജോമാന്റെ ക്യാപ്റ്റൻസി അത് ഭയങ്കരമാണ്. സിജോമാൻ എല്ലായിടത്തും പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ക്യാപ്റ്റനാണ്. സോ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കോച്ചസ് ആണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ഫ്രീഡം തരുന്നുണ്ട് കളിക്കാനുള്ള. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു പ്ലെയർക്ക്, ഫ്രീഡം. അത് നല്ല രീതിയിൽ തരുന്നുണ്ട്. ഒരു അനായാസ ജയം നേടിയത് തന്നെ മറ്റുള്ള മത്സരങ്ങൾക്കൊക്കെ ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ടാവും? കോൺഫിഡൻസ് ആയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനി 9 മാച്ചുണ്ട്. അപ്പം ഈ മാച്ച് നമ്മൾ ഇവിടെ നിന്ന് മറന്നേക്കുകയാണ്. ഇനി അടുത്ത 9 മാച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പറ്റിയാണ് ഇനി ആലോചിക്കുന്നത്. ആനന്ദകൃഷ്ണനും ഇമ്രാനുമാണ് നമുക്കൊപ്പം ചേർന്നത്. ആദ്യത്തെ മത്സരത്തിൽ രണ്ടുപേർക്കും അർദ്ധ സെഞ്ചുറി നേടാൻ കഴിഞ്ഞു. ഒരു അനായാസമായിട്ടുള്ള വിജയം നേടി വലിയൊരു തുടക്കമാണ് തൃശൂർ ടൈറ്റൻസ് നടത്തിയിട്ടുള്ളത്. ഇത് തുടരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് രണ്ട് താരങ്ങളും പങ്കുവയ്ക്കുന്നത്. രോഹിനോടൊപ്പം അർജുൻ രാജ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.